ക്യാമറ ഓൺ ആണോ എന്തോ, അല്ലെങ്കിൽ ഞാനിതെല്ലാം ഇനിയും വീണ്ടും അഭിനയിക്കണ്ടായോ ദൈവമേ. അങ്ങനെ നമ്മുടെ സെരസു വലിയ വലിയ ഇല വേണേ. അങ്ങനല്ല, കമ്പോട് ഒടിച്ചെടുക്കുന്നേ. വലിയ ഇല വേണമെന്നോ? ഇത് മതിയോ? മതി മതി മതി. ഇത് ഒടിച്ചെടുക്കേ. ഓ, ഇത്ര പാടാന്ന് ഓടിക്കാത്. പുളിയിലല്ലേ ബലവാ ഇതിന്. പിന്നെ കൊള്ളാം. നല്ല പുളിയുടെ മണം ഇപ്പോഴേ അല്ലേ? പൊടിയിട്ടൊന്നുമില്ല. ഒന്നുകൂടെ താന്നേ ഇതുപോലെ ഒരെണ്ണം ആക്കം പൊടിക്കാമല്ലോ. ഇതൊന്നും ഒടിച്ചെടു. ഇച്ചിരി ചവിട്ടീന്ന് ഒടിച്ചു തരൂ. മതിയോ? ഇങ്ങനെ മന്ദം മന്ദം പുളിയിലൊക്കെ ആയിട്ട് വരുന്ന പോ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും തൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാ മധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ. ആഹാ, എന്തൊടുക്കുവാ രണ്ടുപേരൂടെ? ഞങ്ങളെ പോരുന്നാ മതി രാവിലെ. ഈ പാട്ട് പണ്ടു അവരുടെ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. ആരെയാ വേണ്ടേ? മണിച്ചേച്ചി. എന്നെ വേണ്ടേ? അയ്യോ അങ്ങനെ പറയാതെ. ഇല്ലല്ലോ, അതുകൊണ്ട് അപ്പോഴല്ലേ ചോദിക്കണ്ടേ? എപ്പോഴും ഉള്ളവരെ എന്തിനാ, വല്ലപ്പോഴും വരുന്നവരെ അല്ലേ വേണ്ടേ? ശരി. ഒരു കാര്യം കാണിച്ചു തരട്ടെ. കാണിച്ചോളൂ. ഓ, ഇത് പുളിയിലക്കര സെറ്റുമുണ്ട്. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും വേണ്ടി അങ്ങനല്ല, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇനിയും തെറ്റിച്ചാലുണ്ടല്ലോ. പറഞ്ഞു എനിക്ക്. പ്രേക്ഷകരൊന്നും വേണ്ട, കൂട്ടുകാർ മതി. ഓക്കെ, അപ്പം റെക്കോർഡ് ചെയ്യട്ടെ. തെറ്റിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഓൺ ചെയ്യട്ടെ? പറയുവോ? ഞാൻ ഓണാണേ. റെഡി, 1 2 3. വെയിറ്റ്. പറഞ്ഞോ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് പുതിയ കോളമാക്കി കൈ തരൂ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇതൊക്കെ തന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നതല്ലേ പറയേണ്ടത്. ഒരിക്കൽ കൂടെ നോക്കാം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാനെ, തൽക്കാലം അത്രയും മതി. ഇനിയിപ്പോ ഒത്തിരി പറയണ്ട. ഇത് നിർത്താം. ഇതൊക്കെ കേൾക്കുമോ? ഇതൊന്നും ഇടല്ലേ അധികപ്പറ്റൊന്നും. അധികപ്പറ്റാണോ? ഇതിൽ എന്ത് അധികപ്പറ്റ? അതല്ല ഞങ്ങളെ പറയാത്തോ? അത് പറിക്കാനൊന്നും പാടില്ല. അതോടെ വെക്ക്, നമുക്ക് കാണിക്കാം. ഇത്ര വിഷമം എന്താ? ഓണാക്കിയൊക്കെ വന്നോ? അല്ലല്ലോ, എന്താ കാര്യം തല തെല്ലുന്ന കാര്യമാ? ചേട്ടത്തിന്റെ ഭർത്താവ് പറഞ്ഞ ഞാനേ പുളിയിലക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. പുളിയിലക്കരയിലെ പുളിയിലക്കര സെറ്റുമുണ്ടിൻ്റെ ഈ വീതി, ഇതിനെങ്ങനെ പേരിങ്ങനെ വന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നോ? എന്തറിയാം? അറിയില്ല. ഇങ്ങോട്ട് അപ്പം ഞാന് ഒരു റീല് കണ്ടായിരുന്നേ. അപ്പോഴാ കാണുന്നത് ഇതിനെങ്ങനെ ഈ പേര് വന്നതും, അതായത് അതെന്താണെന്ന്. അപ്പം എന്നെ പോലെ അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ അതെന്താണെന്ന്. ഇതെങ്ങനെ പറിച്ചു വെക്കുമല്ലോ? യെസ്, ഇത് അമ്മയുടെ ഒരു പുളിയിലക്കര മുണ്ടുനീര്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം എന്താന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, സെറ്റുമുണ്ട്. സരസ്വതിക്ക് എന്തുവാ? സെറ്റും മുണ്ട് ഇഷ്ടമാണ്. ആ പിന്നെ ഉടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ അതെന്താ കൊടുക്കാത്തെ? ആരെയാ ഇഷ്ടം? സെറ്റും മുണ്ട് കൊടുത്ത പ്രായം തോന്നിക്കും. എൻ്റെ ദൈവമേ, അമ്മ ഇപ്പൊ ചെറുപ്പക്കാരാ സെറ്റും കൊണ്ട് കൊടുക്കുന്നത്. പണ്ട് ആ പ്രായമാരല്ലേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരാ ഇതൊക്കെ കൊടുക്കുന്നത്. അത് അറിയാൻ വയ്യ. എന്നാ കേട്ടോ, സെറ്റും കൊണ്ട് കൊടുക്കുമ്പോൾ പ്രായം കുറയും. നമ്മളൊരു പുളിയുടെ ഇല പറിച്ചോണ്ട് വന്നതാണേ. ആരാ അപ്പൊ കാണിക്കുന്നേ? പറിച്ചമ്മ കാണിയിട്ട് വേണ്ട ഒരില, ദേ ഇല പറിച്ചിട്ട് ഇല അതിങ്ങനെ അടത്തിയെടുക്കാവോ അമ്മ? രണ്ടുപേരും കാണീര്. പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായോ? ഷോ ഒരേല അതേന്ന് ഒരു എതള് പോലെ അടത്തിയെടുത്തു. ഓ യോ ഒരെണ്ണം മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വെച്ച് കാണിച്ച്. വെച്ച് കണ്ടോ? കറക്റ്റ്. അമ്മയും വെച്ച് കാണിച്ച്. കറക്റ്റ് വീതിയാ. ആ കറക്റ്റ് വീതി, അതാ പറഞ്ഞത്. ഇതാ ഇതാണ് എടുക്കാൻ പറ്റും. നെടുക വെക്കുന്നത്. എന്താ കാണണമല്ലോ. ഇതാ ഒരേല അതേ നടത്തിയെടുത്തതാന്നേ. എന്നിട്ടത് ഇവിടിപ്പോ ഡെമോൺസ്ട്രേഷൻ സർവത്ര ഇടിയായി. ഇതാ നോക്ക്, കണ്ടോ? കറക്റ്റ് ആ ഒരേലയും ഒരുത്തിരി പോലും വ്യത്യാസമില്ല. കണ്ടോ? കറക്റ്റ് അതേ ഇതാണ്. ആഹാ, ഇതെന്താ നിരത്തി ജാതായോ? പിന്നല്ലാതെ പിന്നെങ്ങനാ? അല്ല ചോദിച്ചത്, അത് കാണണമെങ്കിൽ ഒരേല ഒന്നെടുത്ത് വെച്ചാലും മതി. ജാഥ പോലെ നിരത്തണ്ട. ജാഥ അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? ഇതെല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഓ ഇതാണോ വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നതെന്ന്. എന്തായാലും ഇതറിയാൻ മേത്ത ആരെങ്കിലും കാണും, ഉറപ്പാണ്. എനിക്കറിയില്ലായിരുന്നു, ഞങ്ങളുടെ അമ്മയ്ക്കും അറിയില്ലായിരുന്നു കേട്ടോ. സരസുവിനറിയ പിന്നെ തലയാട്ട് കാണുമ്പോഴേ അറിയാം, എല്ലാം അറിയായിരുന്നു. ചുമ്മാ മുണ്ടെന്ന് കേട്ടില്ലേ? ആ അപ്പം ഇതാണ് രണ്ടും തമ്മിൽ കണ്ടല്ലോ അല്ലേ? അനക്കല്ലേ ഇല്ല. പുളിയിലക്കരം മുള്ളിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? അങ്ങനെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. വീടിന് മുമ്പിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്ന കാരണം സൗണ്ടിന് ഒരിത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും എഡിറ്റഡ് അല്ല. സരസുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സരസു എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും നൈർമല്യവും ഒക്കെയുള്ള അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇതാണ് ആളുടെ സംസാരം. പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് രണ്ടുപേരും കൂടെ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും പെടാത്തവരും കാണും. പെടാത്തവരെ ഒന്ന് ക്ഷമിക്കണേ. കാര്യം ഈ വീഡിയോ എന്തോ എനിക്ക് അതിൻ്റെ സരസുവിൻ്റെ സൗണ്ട് ഒന്നും എടുത്ത് കളയാൻ എനിക്ക് തോന്നിയില്ല. അതാ ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ.